കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി 1/4 നൂറ്റാണ്ടിന് ശേഷം നമ്മൾ ഇവിടെ ഒത്തുചേരുന്നു. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജുവൽസ് 89-ന്റെ 25ാമത് വർഷം പൂർത്തിയായതിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട HM സിസ്റ്റർ സിസിൽ ക്ലെയർ, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് സിസ്റ്റർ ആനി ജോർ, സിസ്റ്റർ മേരി ആന്റണി, സിസ്റ്റർ പാസ്കൽ, ഇപ്പോഴത്തെ +2 പ്രിൻസിപ്പൽ സിസ്റ്റർ ജീസ, ഇപ്പോഴത്തെ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലില്ലി ആന്റണി, നമ്മുടെ ജുവൽ 89-ന്റെ പ്രസിഡന്റ് ബിജു വർഗീസ്, സെക്രട്ടറി മേരിദാസൻ, ഏവരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കിടങ്ങൂർ ചർച്ച് വികാരിയച്ചൻ റവറൻ ഫാദർ ജോഷി വാഴപ്പറമ്പിൽ അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. വന്ദനം ദേവവന്ദനം, വന്ദനം ദേവവന്ദനം, വന്ദനം ദേവവന്ദനം, വന്ദനം ദേവവന്ദനം, വന്ദനം 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 ദേവവന്ദനം, വന്ദനം ദേവവന്ദനം, വന്ദനം ദേവവന്ദനം, സച്ചിദാനന്ദരൂപ വന്ദനം, സച്ചിദാനന്ദരൂപ വന്ദനം, സച്ചിദാനന്ദരൂപ വന്ദനം, സച്ചിദാനന്ദരൂപ വന്ദനം, സച്ചിദാനന്ദരൂപ വന്ദനം, സച്ചിദാനന്ദരൂപ വന്ദനം, വന്ദനം ദേവവന്ദനം, വന്ദനം ദേവവന്ദനം, വന്ദനം ദേവവന്ദനം. സ്കൂളിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി പാറേക്കാട്ടിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ കുറച്ച് കൂട്ടുകാർ, നമ്മുടെ കുറച്ച് ഗുരുജനങ്ങൾ, അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നമ്മുടെ ഗുരുജനങ്ങളിൽ പെട്ട സിസ്റ്റർ ഡിയാഗോ, സിസ്റ്റർ ജെറോസ്, നമ്മുടെ സഹപാഠികളിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ചിലർ, റിൻഡി വർഗീസ്, സുരേഷ് KR, ടോം ജോസഫ്, പൗലോസ്, ജോബി ജോസഫ്. ഒരു നിമിഷം ഇവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജുവൽസ് 89-ന്റെ പ്രസിഡന്റ് ബിജു വർഗീസിനെ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികളെ, ആരാധ്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജുവൽസ് 89-ലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ,
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ അടങ്ങിയിരിക്കുന്നത്. അതിനു മുൻപായി ജുവൽസ് 89 എന്ന സംഘടനയെക്കുറിച്ച്, അതിൻ്റെ രൂപീകരണത്തെയും അതിൻ്റെ സ്വപ്നങ്ങളെയും അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെയും കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ അത്യന്തം ആഹ്ലാദവാനും സന്തോഷവാനുമാണ്. കാരണം നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ കുറച്ച് കാലങ്ങൾ നമുക്കൊപ്പം പങ്കുവച്ച നമ്മുടെ പ്രിയ കൂട്ടുകാരുണ്ട്. അവരുടെ മക്കളും അവരുടെ പാർട്ട്നേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കാണുക എന്നതിലുപരി സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ കിടങ്ങൂരിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സുദിനമാണിന്ന്. 25 വർഷം എന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു വലിയ കാലയളവാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഈ മഹത്തായ വിദ്യാലയം നമുക്ക് പകർന്നു തന്ന അറിവും ശിക്ഷയും ശിക്ഷണവുമൊക്കെയാണ് നമ്മളായി മാറ്റിയെടുത്തത്. ഈ വിദ്യാലയം നമുക്ക് ചെയ്തു തന്ന മഹത്തായ സേവനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ മനോഭാവത്തിലും വിചാരത്തിലും ജീവിത വീക്ഷണങ്ങളിലും തന്നെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഒന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലം. ആ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് ഇവിടെയുള്ളത്. അന്ന് നമുക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ പകർന്നു നമ്മുടെ പ്രിയ അധ്യാപകരുമുണ്ട്. ഈ സുദിനത്തിൽ ജുവൽസ് 89 എന്ന സംഘടനയുടെ രൂപീകരണത്തെക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു അപൂർവതയായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷവും എൻ്റെ പ്രിയപ്പെട്ട കുറേ കൂട്ടുകാരായിട്ടെങ്കിലും എഴുത്തുകുത്തുകൾ നടത്തുവാനും സൗഹൃദ ബന്ധം നിലനിർത്തുവാനും ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് എപ്പോഴൊക്കെയോ നമ്മുടെ പ്രിയ കൂട്ടുകാർ വെങ്കിടേഷ്, സന്തോഷ് രാജപ്പൻ, സുജിത്ത്, മേരിദാസൻ, ഇങ്ങനെയെല്ലാം ഇവരെല്ലാം കണ്ടുമുട്ടിയപ്പോൾ ഈ ഒരു കൂട്ടായ്മ എന്ന ആശയം ഞാൻ അവരുമായി പങ്കുവയ്ക്കുകയും അവരിൽ നിന്നെല്ലാം വളരെ സന്തോഷകരമായ ഒരു സപ്പോർട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ടായി. ഈ കാലയളവിൽ തന്നെയാണ് 2011 ഫേസ്ബുക്കിൽ 1989 SSLC ബാച്ച് എന്ന പേരിൽ ഒരു ബ്ലോഗ് തുടങ്ങുകയും 30ഓളം അംഗങ്ങളെ ഉടനെ തന്നെ അവിടെ കിട്ടുകയും ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം സജീവ പ്രവർത്തനം കൊണ്ട് ഏകദേശം 3-4 മാസത്തിനകം 60 കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ 60 കുട്ടികളുടെ ഒരു പൊതുയോഗം 2012 ഡിസംബർ 23 ഹോട്ടൽ രുക്മിണിയിൽ വെച്ച് ചേരുകയുണ്ടായി. ആ യോഗത്തിൽ ചില നിർദ്ദേശങ്ങൾ നമ്മൾ എടുത്തു. അതിൽ പ്രധാനമായിട്ടതാണ് എല്ലാ കൂട്ടുകാരെയും കണ്ടെത്തുക, പിന്നെ ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കുക, ഈ സംഘത്തിൽ ചേർന്ന് ഈ കുട്ടികൾ ഒറ്റ കൂട്ടായ്മയുടെ സൗഹൃദത്തിൻ്റെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ജുവൽസ് 89 ഫോം ചെയ്യുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം മേരിദാസൻ തൻ്റെ റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് പറയുന്നതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ജുവൽസ് 89 ചില സ്വപ്നങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സൗഹൃദത്തിൻ്റെ വില മനസ്സിലാക്കുക, സൗഹൃദം ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുക, ആൾക്കൂട്ടത്തിൽ തനിയാകപ്പെടുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാരെ അവർക്ക് ഒരു കാത് നൽകുക, അവരുടെ പരിദേവനങ്ങളും വിഷമങ്ങളും കേൾക്കുവാൻ, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുവാനുള്ള ഒരു നല്ലൊരു കൂട്ടാവുക. അതാണ് ജുവൽസ് 89 ഏറ്റവും വലിയ ലക്ഷ്യം. ജുവൽസ് 89 എന്ന ഈ സംഘടനയിലുള്ള നമ്മളിൽ പലരും ജീവിതത്തിൽ വളരെ വിജയകരമായ അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ പല അവസ്ഥയിലും വിജയത്തിൻ്റെ വെന്നിക്കൊടി പറിച്ച പല ആളുകളും നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ അവിടെ അത്രയ്ക്ക് ഭാഗ്യപ്പെടാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും അവരുടെ ബൗദ്ധികവും സാമ്പത്തികവുമായ ഒരു ഉയർച്ച നമ്മളെല്ലാവരും ഒത്തുചേർന്നുള്ള നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിലൂടെ എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ജുവൽസ് 89 ഒരു ലക്ഷ്യം. ഇപ്പോൾ തന്നെ പല കൂട്ടുകാരും സേവന സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പലരും അവരവരുടെ ഫീൽഡിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ വെങ്കിടേഷ് ആണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകളുടെ തന്നെ ഒരു ശൃംഖലയുണ്ട്. SSLC മുതൽ MTech വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ട്യൂഷൻ ക്ലാസ്സുകളിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ സൗജന്യമായ നിരക്കിൽ വിദ്യാഭ്യാസം ഓഫർ ചെയ്തിട്ടുണ്ട്.
അതുപോലെ പല പല മേഖലകളിലുമുണ്ട്. സന്തോഷ് രാജപ്പനാണെങ്കിൽ ഒരു ആർക്കിടെക്ചറായിട്ട് വീടുകൾ പ്ലാൻ ചെയ്യുന്നു, വീടുകൾ പണിത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കാം. അങ്ങനെ നമ്മുടെ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും സർവോപരിയായും നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നാണ് ജുവൽസ് 89 ലക്ഷ്യം. ഇനി ഞാൻ എന്നിൽ നിർവഹിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സിസ്റ്റർ സിസിൽ ക്ലെയർ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ ചരിത്രം സിസിൽ ക്ലെയർ ഇല്ലെങ്കിൽ അപൂർണമായിരിക്കും. സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിനെ സിസ്റ്റർ കെട്ടിപ്പടുത്തത് എങ്ങനെയാണെന്ന് ആ കാലഘട്ടത്തിൽ പഠിച്ച നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് തന്നെ സിസിൽ ക്ലെയറിൻ്റെ കുട്ടികളെന്നാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു മത്സരത്തിനോ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്തതെന്നല്ല പറയുക, അവർ സിസിൽ ക്ലെയറുടെ കുട്ടികളാണ്. അവരിൽ നിന്ന് ചില മിനിമം ക്വാളിറ്റീസ് എല്ലാം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അച്ചടക്കത്തിൻ്റേതായാലും എല്ലാ കാര്യത്തിലും സിസിൽ ക്ലെയറിൻ്റെ കുട്ടികൾക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. ആ സിസിൽ ക്ലെയർ ഇപ്പോൾ റിട്ടയർ ജീവിതം നയിക്കുകയാണ്. അങ്കമാലി നിർമ്മല കോൺവെൻറ്റിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന സിസിൽ ക്ലെയറിനെ ഈ ചടങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ വികാരി അച്ഛൻ ഫാദർ ജോസി വേഴപ്പറമ്പിൽ, വളരെയധികം തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കിടങ്ങൂർ വന്നതിന് ശേഷം ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, പാരിഷ് ഹാളിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒത്തിരി തിരക്കുള്ള വ്യക്തി നമ്മുടെ ഈ ചടങ്ങിൽ വരാമെന്നും നമ്മുടെ ഒപ്പം ആയിരിക്കാമെന്നും സമ്മതിച്ച അദ്ദേഹത്തിനെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കും. ശ്രീ ബെന്നി പാറേക്കാട്ടിൽ സ്കൂളിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിക്കാൻ ഞാനും മേരിദാസൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിനെത്താമെന്നും ഈ ചടങ്ങിൽ പങ്കുകൊള്ളാമെന്നും പറയുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ തിരക്കുകളുള്ള ബെന്നി ചേട്ടനെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങിൽ ഇവിടെ സംബന്ധിക്കാമെന്ന് പറഞ്ഞ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലില്ലി ആൻ്റണി ഉണ്ട്. ഇവിടെ ചേർന്നിട്ടുണ്ടോ ഇല്ല എന്ന് തോന്നുന്നു. സിസ്റ്ററിൻ്റെ ആബ്സെൻസിൽ ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവിടെ സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനാണ്. ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചേഴ്സായിരുന്ന സിസ്റ്റർ ആനി ജോർജ്, സിസ്റ്റർ പാസ്കൽ, മറ്റ് ടീച്ചേഴ്സും ഉണ്ട്. സിസ്റ്റർ ആനി ജോർജ് ദയവായി വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. സിസ്റ്റർ പാസ്കൽ ടീച്ചർ ഓൾസോ. സിസ്റ്റർ പാസ്കൽ ടീച്ചർ ദയവായി വേദിയിലേക്ക് വരിക. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു സിസ്റ്റർ ആനി ജോർജ് ടീച്ചർ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ പാസ്കൽ ടീച്ചർ വന്നിരുന്നു. നമ്മുടെ സഹപാഠിയായ ഫാദർ ബൈജു തിരുതനത്തിൻ്റെ ഫാദർ മരിച്ചു. അവിടെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അധികം സമയത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ മറ്റു കൂട്ടുകാർ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സൗഹൃദ ബന്ധത്തെ പറ്റിയുള്ള ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൾക്കൂട്ടത്തിൽ നീ തനിച്ചാകുമ്പോൾ, വാചാലതയിൽ നീ മൗനമാകുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ സ്വരം കേൾക്കാൻ പ്രിയ സ്നേഹിത നിന്നരികിൽ ഞാൻ കാണും. ഓർമ്മിക്കാനും ഓർമ്മിക്കപ്പെടാനും ഒരു നല്ല സൗഹൃദം, വേദനകളിൽ സാന്ത്വനത്തിൻ്റെ കുളിരേകാൻ ഒരു സ്നേഹിതൻ. അതെ, വേദനയിൽ സ്വാന്തനത്തിൻ്റെ കുളിരേകുന്ന നല്ല കൂട്ടുകാരായി നമുക്കെല്ലാവർക്കും ജുവൽസ് 89 എന്ന ബാനറിൽ നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാം. അതിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. ജുവൽസ് 89ൻ്റെ സെക്രട്ടറി മേരിദാസിനെ റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു.
ജുവൽസ് 89 ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 25ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന റിപ്പോർട്ട്. ഇന്നലകൾ ഇല്ലായിരുന്നെങ്കിൽ നാം തമ്മിൽ കാണില്ലായിരുന്നു, നാളെകൾ ഇല്ലായിരുന്നെങ്കിൽ നാം തമ്മിൽ പിരിയില്ലായിരുന്നു, മറക്കാനാവില്ല സുഹൃത്തെ മരിക്കുവോളം. ഗുരുജനങ്ങളെ, വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, സൗഹൃദത്തിൻ്റെ ഒരു പുതിയൊരാകാശവും ഭൂമിയും പിറക്കുന്ന ദൈവനിയോഗമായ ഈ സുദിനത്തിൽ ജുവൽസ് 89ൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ലഘുചിത്രം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. 1989 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടേത് മാത്രമായ ഒരു സംഘടന എന്ന ഒരാശയം ആദ്യമായി അവതരിപ്പിച്ചത് ബിജു വർഗീസാണ്. ഈ ആശയത്തിൽ ഊന്നിയ അനൗപചാരികമായ ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷം 2011 ഫേസ്ബുക്കിൽ 1989 SSLC ബാച്ചിൽ എന്ന പേരിൽ ഒരു ബ്ലോഗ് തുടങ്ങി. 3 മാസത്തിനകം തന്നെ ഏകദേശം 30ഓളം അംഗങ്ങൾ ഈ ബ്ലോഗിൽ അംഗമായി ചേരുകയുണ്ടായി. ബിസ്മോൾ, വെങ്കിടേഷ്, സുജിത്, ലിജി ജോസഫ്, രതി, സന്തോഷ് രാജപ്പൻ എന്നിവരുടെ സജീവ പ്രവർത്തനങ്ങളിലൂടെ ഏകദേശം 60ഓളം പേരെ കണ്ടെത്താനായി. നമ്മുടെ ബാച്ചിൻ്റെ ഒരു സൗഹൃദ കൂട്ടായ്മ രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടെ ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി 2012 ഡിസംബർ 23 ഹോട്ടൽ രുക്മണിയിൽ വച്ച് ആദ്യ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുകയുണ്ടായി. 2014 നമ്മുടെ SSLC ബാച്ചിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാനും നമ്മുടെ സുഹൃത്ത് കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കാനും എല്ലാ അംഗങ്ങളെയും കണ്ടെത്താനും തീരുമാനമെടുത്തുകൊണ്ട് ആദ്യത്തെ ജനറൽ ബോഡി മീറ്റിംഗ് അവസാനിച്ചു. 26/1/2013 രണ്ടാമത് പൊതുയോഗം ഹോട്ടൽ രുക്മിണിയിൽ വെച്ച് കൂടുകയുണ്ടായി. 28/7/2013 സന്തോഷ് രാജപ്പൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ നെപ്റ്റ്യൂൺ കമ്പ്യൂട്ടർ അക്കാഡമിയിൽ ചേർന്ന യോഗത്തിൽ നമ്മുടെ ഗ്രൂപ്പിന് ജുവൽസ് 89 എന്ന പേര് ഫാദർ സോജു CMI നിർദ്ദേശിക്കുകയുണ്ടായി. ജുവൽസ് 89ൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യാനും ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു സേവിംഗ് അക്കൗണ്ട് തുടങ്ങുവാനും തീരുമാനമെടുത്തു. രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കായി ഫാദർ സോജു വർഗീസ് 5000 രൂപ സംഭാവന നൽകി. ഈ മീറ്റിങ്ങിൽ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായി താഴെ പറയുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. പ്രസിഡൻറ്റ് ശ്രീ ബിജു വർഗീസ്, വൈസ് പ്രസിഡൻറ്റ് ശ്രീ പോളി ജോൺ, സെക്രട്ടറി ശ്രീ മേരിദാസൻ TS, ജോയിൻറ്റ് സെക്രട്ടറി മിസ് രതി പ്രതാപൻ, ട്രഷറർ ശ്രീ സന്തോഷ് രാജപ്പൻ, സോഷ്യൽ വെൽഫെയർ ഓഫീസറായി വെങ്കിടേഷ് PS, ലിജി ടോമി, ഫാദർ പീറ്റർ തിരുവനന്തപുരത്തിൽ, വിനോദ് MP എന്നിവരെ തിരഞ്ഞെടുത്തു. 2013 സെപ്റ്റംബർ മാസത്തിൽ ട്രസ്റ്റ് തിരുവിതാംകൂർ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അങ്കമാലി ബ്രാഞ്ചിൽ ജുവൽസ് 89ൻ്റെ പേരിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയുണ്ടായി. 29/12/2013 4ാമത് പൊതുയോഗം ശ്രീ സന്തോഷ് രാജപ്പൻ്റെ ഓഫീസിൽ വെച്ച് ചേർന്നപ്പോൾ നമ്മുടെ ഫാമിലി മീറ്റിങ്ങിൻ്റെ തീയതി 2014 മെയ് 10 സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ കിടങ്ങൂരിൽ വെച്ച് നടത്താം എന്ന് തീരുമാനിച്ചു. 26/1/2014 6/4/2014 യഥാക്രമം 6ാമത്തെയും 7ാമത്തെയും പൊതുയോഗങ്ങൾ അങ്കമാലി നെപ്റ്റ്യൂൺ അക്കാഡമിയിൽ വെച്ച് ശ്രീ ബിജു വർഗീസ് അധ്യക്ഷതയിൽ കൂടുകയും ശ്രീ മേരിദാസൻ TS റിപ്പോർട്ട് വായിക്കുകയും സന്തോഷ് രാജപ്പൻ ഇതുവരെയുള്ള കണക്കുകളെപ്പറ്റി വിലയിരുത്തുകയും ഉണ്ടായി. നമ്മിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞുപോയ നമ്മുടെ പ്രിയ സുഹൃത്ത് പൗലോസിൻ്റെയും ജോബി ജോസഫിൻ്റെയും മരണാന്തര ചടങ്ങുകളിൽ നമ്മൾ പലരും പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ ജുവൽസ് 89ൻ്റെ റീത്ത് സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ബാച്ചിലെ വൈദികരായ ഫാദർ സോജു, ഫാദർ ബൈജു തിരുവനന്തപുരത്തിലും മരണപ്പെട്ട പൗലോസിൻ്റെയും ജോബിയുടെയും ആത്മാവിന് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ ജുവൽസ് 89ൻ്റെ സംഘടനാ പ്രവർത്തകർ സംഘങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയും ജുവൽസ് 89ൻ്റെ ഫാമിലി മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുകയുമുണ്ടായി. പരമാവധി മെമ്പേഴ്സിനെയും കുടുംബാംഗങ്ങളെയും നേരിൽ കാണുവാനും ജുവൽസ് 89ൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും ശ്രമിച്ചു. ജുവൽസ് 89ൻ്റെ ഇതുവരെയുള്ള വരവ് ചിലവ് കണക്കുകൾ അടുത്ത ജനറൽ ബോഡി മീറ്റിങ്ങിൽ അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ സൗഹൃദത്തെ കൂട്ടി ഉറപ്പിക്കുന്നതിനായി പുറത്തുനിന്ന് വന്ന പല അംഗങ്ങളും എല്ലാവരെയും ക്ഷണിക്കുന്നതിനായി സമയം കണ്ടെത്തുകയും നമ്മുടെ അംഗങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോ സൗഹൃദത്തിനെ വിലയറിയുന്നത്. വർഷങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് പൊലിമ നഷ്ടപ്പെട്ട നമ്മുടെ സൗഹൃദങ്ങളുടെ ഊഷ്മളത നമുക്ക് വീണ്ടെടുക്കാം. ഒരുമിച്ച് സൗഹൃദത്തിൻ്റെ പൂമൊട്ടുകൾ വിരിയിക്കാൻ ജുവൽസ് 89 ഒരു കാരണവും പ്രചോദനവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി. അടുത്തതായി
ഉദ്ഘാടന കർമ്മമാണ്. ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം നടത്തുന്നതിന് നമ്മുടെ പ്രിയങ്കരിയായ എച്ച് എം സിസിൽ ക്ലെയറിനെയും വേദിയിലിരിക്കുന്ന എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. മൃത്യോർമാമൃതം ഗമയ. ഓം വസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാമൃതം ഗമയ. ഓം വസതോ മാ സദ്ഗമയ. അധ്യക്ഷ പ്രസംഗത്തിനായി സിസ്റ്റർ സിസിൽ ക്ലെയറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിയച്ച, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞങ്ങൾക്ക് ഇന്ന് നിങ്ങൾ കുട്ടികളാണല്ലോ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ പേരിട്ടിരിക്കുന്നത് തന്നെ ജുവൽസ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു ജുവൽസാണ്. നല്ലൊരു പേര് നിങ്ങളുടെ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതിൽ സന്തോഷവും അതോടൊപ്പം അഭിമാനവും ഉണ്ട്. കാരണം കൊച്ചു കുട്ടികളായിട്ട് ഈ വഴിയിൽ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് നടന്ന നിങ്ങൾ ഇത്രയും വലിയൊരു സ്ഥാനത്ത്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ, അങ്ങനെയൊക്കെ നല്ല നിലയിൽ സ്വന്തം പരിശ്രമവും കൊണ്ട് ഉന്നത നിലയിലായിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇനിയിപ്പോൾ ഒരർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കൂട്ടുകാരാണ്. വിദ്യാർത്ഥികൾ, മക്കൾ കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും ഒരു കൂട്ടുകാരുടെ ബന്ധത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരുടെ ബന്ധത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നൊക്കെ കുട്ടികളോട് പറഞ്ഞ പോലെ ഇന്നും പറഞ്ഞാൽ പോരല്ലോ, കുറച്ചും കൂടി ഗ്രേഡൊക്കെ കൂട്ടി പറയണ്ടേ. ആ ഗ്രേഡിലേക്ക് വരാൻ ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം ഇന്നും നിങ്ങളെ കൂട്ടുകാരാണെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഞങ്ങളുടെ മക്കളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എങ്ങനെയായാലും ഇങ്ങനെയൊരു സംരംഭം നിങ്ങളുണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ബെന്നി ആൻ്റണിയോട് ഞാൻ പറയുമായിരുന്നു കണ്ടുപിടിക്കാൻ. ഇത് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇവിടെ പൊതുവായിട്ടൊരെണ്ണമുണ്ട്. അതിൻ്റെ 1-2 മീറ്റിങ്ങുകളൊക്കെ നടന്നു. പക്ഷേ അത് ഇതുപോലെ ഓരോ ബാച്ച് ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് എടുക്കുന്ന പോലെ സക്സസ് ആവില്ല. കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ ബാച്ചിനോടായിരിക്കുമല്ലോ ഒരു സൗഹൃദവും പുലർത്താനൊക്കെ താല്പര്യം. അങ്ങനെ വരുമ്പോൾ പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോകും. ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഓരോ ബാച്ച് നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സൗഹാർദ്ദവും കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയായാലും ഏതാണ്ട് ഒരു മാസം മുമ്പ് 4-5 പേര് എൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ ഞങ്ങളൊരു പരിപാടി ആവിഷ്കരിക്കുന്നുണ്ട്, മെയ് 10-ാം തീയതി വേറെ ഒരു പ്രോഗ്രാം ഉണ്ടാവരുത്, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് സന്തോഷപൂർവ്വം പറഞ്ഞു. അതിൻ്റെ ആ വാക്ക് പാലിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ